അതാണ് ആന്റണി രാജു എംഎൽഎ ആണ് സംസാരിച്ചത്. എല്ലാ രീതിയിലുമുള്ള അന്വേഷണം ഇപ്പോൾ പോലീസ് നടത്തുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വി വിനോദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടത്. ഞാൻ ഡാൻ കുര്യനിലേക്ക് ഒന്ന് പോവുകയാണ്. ഇപ്പോൾ നമ്മൾ വലതുവശത്ത് കാണുന്ന ദൃശ്യങ്ങൾ ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സ്ഥലത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. കുട്ടിയുടെ ബന്ധുവാണ് ദൃശ്യങ്ങൾ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഡാൻ, വലിയ സങ്കടത്തിലാണ് അവരുള്ളത്. നമുക്കറിയാം, ഇവിടെ ഇതര സംസ്ഥാന തൊഴിലാളികൾ, നമ്മൾ അതിഥി തൊഴിലാളികൾ എന്ന് വിളിക്കുന്നവർ, ഇത്തരത്തിലുള്ള നാടോടികളൊക്കെ വലിയ രീതിയിലുള്ള ഒരു പ്രദേശമാണ് ഈ പേട്ട ഭാഗം. സിഗ്നലുകളിലൊക്കെ ചെറിയ ജോലികളൊക്കെ ചെയ്ത് അവരവിടെ കുടുംബം കഴിഞ്ഞു പോകുന്ന ഒരവസ്ഥയാണുള്ളത്. ഈ ടെന്റ് കെട്ടിയാണ് അവർ രാത്രി കിടന്നുറങ്ങുന്നത്. അവിടെ ഈ നാടിനെ വിശ്വസിച്ച് സ്വന്തം കുടുംബവുമായി കിടന്നുറങ്ങിയ ഒരച്ഛൻ്റെ അടുത്തു നിന്നുമാണ് കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ഉത്തരവാദിത്വവുമുണ്ട്. എന്താണ് അവിടെ നിന്ന് തരാൻ കഴിയുന്ന വിവരങ്ങൾ? അശ്വതി, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കുഞ്ഞിനെ, മേരി എന്ന 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സ്ഥലത്താണ്. ഇവിടെ ഈ പായിലാണ് പിതാവിനും മാതാവിനും സഹോദരങ്ങൾക്കും ഒപ്പം മേരി ഉറങ്ങിക്കിടന്നത്. ഇവിടെ നിന്നാണ് ഈ 2 വയസ്സുകാരിയെ 2 സംഘം ഇന്നലെ അർദ്ധരാത്രി തട്ടിക്കൊണ്ടുപോയത്. അതിന് സമീപത്ത് നമുക്കറിയാം, ഈ കുഞ്ഞിന്റെ കളിപ്പാട്ടങ്ങൾ, അതോടൊപ്പം തന്നെ അവരുടെ മറ്റ് വീട്ടു സാധനങ്ങൾ, അതോടൊപ്പം അവരുടെ ബന്ധുക്കളൊക്കെ ഉണ്ട്. ഈ ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ ഒപ്പമുണ്ടായിരുന്ന ഒരു തങ്ങൾ വളരെ കരുതലോടെ സ്നേഹിച്ചിരുന്ന ഒരു 2 വയസ്സുകാരിയെ നഷ്ടമായതിന്റെ, അപ്രതീക്ഷിതമായി നഷ്ടമായതിന്റെ വേദന അവരുടെ മുഖത്തുണ്ട്. അവർ മലയാളം അത്ര വശമുള്ള ആളുകളല്ല, എങ്കിലും അവരുടെ മുഖത്തൊന്ന് വായിച്ചെടുക്കാം എത്രത്തോളം വേദനയോടെയാണ് ഈ ഒരു സാഹചര്യത്തെ അവർ നേരിടുന്നത് എന്ന കാര്യം. അതിന് സമീപത്ത് 2 കൊച്ചു കുഞ്ഞുങ്ങൾ ഇതൊന്നും അറിയാതെ ഈ വെയിലത്ത് ഈ ചൂടേറ്റ് കിടന്ന് ഉറങ്ങുന്നുമുണ്ട്. അതുപോലെ ഉറങ്ങിയ 2 വയസ്സുകാരി മേരിയെയാണ് ഇന്നലെ അജ്ഞാതരായ 2 സംഘം ഇവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോയത്. ഒരു വശത്ത് പോലീസ് മൊഴിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇവിടെ സമീപത്തുണ്ടായിരുന്ന ഇവരുടെ ബന്ധുക്കൾ, സമീപത്തുള്ള മറ്റ് ആളുകൾ, അവരിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ അന്വേഷണത്തിന് പുരോഗതി ഉണ്ടാകുന്ന തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള സൂചനകൾ ലഭിക്കുമോ എന്നറിയുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ദൌർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ 9 മണിക്കൂർ പിന്നിടുമ്പോഴും കൃത്യമായി അന്വേഷണത്തിൽ നിർണായകമാകുന്ന തരത്തിലുള്ള വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് സിറ്റി പോലീസ് കമ്മീഷണർ CH നാഗരാജു അല്പസമയം മുമ്പ് നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ പരിശോധനകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും ഈ ബ്രഹ്മോസിന് സമീപത്ത് തന്നെ വിജനമായ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഓർഫൻസ് കോളേജിനടുത്ത്, രാജ്യാന്തര വിമാനത്താവളത്തിനടുത്തേക്ക്, അവിടങ്ങളിലെ ചതുപ്പ് നിലങ്ങളിൽ അടക്കം വ്യാപകമായ പരിശോധന നടക്കുന്നു. പോലീസിന്റെ ഡോഗ് സ്ക്വാഡ് അടക്കം ഇവിടെ എത്തിച്ചുകൊണ്ടാണ് ഈ പരിശോധനകൾ അവർ കാര്യമായി തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഏത് വിധേനയും അപകടങ്ങളൊന്നും കൂടാതെ ഈ കുഞ്ഞിനെ വീണ്ടെടുക്കുക എന്ന ശ്രമകരമായ ദൌത്യത്തിന് പോലീസ് നേതൃത്വം നൽകുകയാണ്. സിറ്റി പോലീസ് കമ്മീഷണർ, ഡെപ്യൂട്ടി കമ്മീഷണർ, അതോടൊപ്പം തന്നെ വലിയതുറ ശംഖുമുഖം അസിസ്റ്റന്റ് കമ്മീഷണർ, അവരുടെയൊക്കെ നേതൃത്വത്തിലുള്ള സംഘമാണ് വിവിധ ഇടങ്ങളിൽ തിരിഞ്ഞ് ഈ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയത് ആരാണ് എന്നതിനെ സംബന്ധിച്ച സൂചനകൾ ലഭിക്കുന്ന തരത്തിലുള്ള നിർണായകമായ വിവരങ്ങളൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല എന്നാണ് നമുക്ക് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. അതാണ് ഡാൻ